വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ അധ്യായം രചിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ പുരോഗതിയാണ് ലക്ഷ്യം. ഇച്ഛാശക്തിയോടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ട്രെയിലറെന്നും നരേന്ദ്രമോദി. NDA നേതാവായി തെരഞ്ഞെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേഷ് ഗോപിയെയും മോദി പ്രശംസിച്ചു. കേരളത്തിലേത് ചരിത്ര വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं। UDF हो या LDF हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है। जम्मू कश्मीर से भी ज्यादा हुआ है। उसके बावजूद भी सामने कहीं विजय नजर नहीं आता था। उन्होंने परिश्रम की पराकाष्ठा में कभी पीछे नहीं रहे। पीढ़ियां खपा दी और आज पहली बार संसद में केरल से हमारा प्रतिनिधि बन के आया। കേരളത്തിലേത് ചരിത്ര വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നരേന്ദ്രമോദി LK അദ്വാനിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. 15-അംഗ NDA നേതൃത്വം രാഷ്ട്രപതിയെ കാണും. വിവരങ്ങൾ നൽകുവാൻ ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ജിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവസങ്ങൾക്ക് മുൻപാണ് പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചിട്ടുള്ളത്. ആ NDA യോഗത്തിൽ നരേന്ദ്രമോദിയെ NDAയുടെ മുന്നണി നേതാവായി തെരഞ്ഞെടുത്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ നിതിൻ ഗഡ്കരി, ഘടകകക്ഷി നേതാക്കൾ അതിനെ ഒറ്റക്കെട്ടായി പിന്താങ്ങുകയും ചെയ്തു. അത്തരത്തിൽ NDA മുന്നണിയുടെ നേതാവായി തെരഞ്ഞെടുത്ത ശേഷം പഴയ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ അടുത്ത 5 വർഷം മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ, പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് മോദി വ്യക്തമാക്കിയിട്ടുള്ളത്. വികസിത ഭാരതം എന്ന കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അടുത്ത 5 വർഷത്തെ പ്രവർത്തനം. കഴിഞ്ഞ 10 വർഷം കണ്ടിട്ടുള്ളത് ട്രെയിലറാണ്. ആ ഒരു ധീരമായ നിലപാടുകൾ, ധീരമായ തീരുമാനങ്ങൾ രാജ്യത്തെ ശക്തമായി മുൻപോട്ട് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായി ഈ മുന്നണി സംവിധാനത്തിലുള്ള സർക്കാർ ഭാരതത്തെ മുൻപോട്ട് നയിക്കും. ലോകത്തിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും. വികസിത ഭാരതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇതിനോടകം തന്നെ മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഏത് രീതിയിൽ ഭാരതം സഞ്ചരിക്കണം എന്നുള്ളത് കൃത്യമായി മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഒപ്പം കേരളത്തിലെ വിജയം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് അന്ന് വൈകിട്ട് BJP ഓഫീസർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലും അദ്ദേഹം കേരളത്തിലെ വിജയം എടുത്തു പറഞ്ഞിരുന്നു. കേരളത്തിലേത് BJPയെ സംബന്ധിച്ച് ചരിത്ര വിജയമാണ്, പ്രവർത്തകരുടെ ത്യാഗമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ അധ്യായം രചിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ പുരോഗതിയാണ് ലക്ഷ്യം. ഇച്ഛാശക്തിയോടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ട്രെയിലറെന്നും നരേന്ദ്രമോദി പറഞ്ഞു. NDA നേതാവായി തിരഞ്ഞെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേഷ് ഗോപിയെയും മോദി പ്രശംസിച്ചു. കേരളത്തിലേത് ചരിത്ര വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. LK അദ്വാനിയുടെ വസതിയിലെത്തി നരേന്ദ്രമോദി അദ്ദേഹത്തെയും സന്ദർശിച്ചു. 15-അംഗ NDA നേതൃത്വം രാഷ്ട്രപതിയെ കാണും. ജിഷ്ണു തുടരുന്നുണ്ട്. ജിഷ്ണു, വളരെ പ്രതീക്ഷയോടെയാണ് നരേന്ദ്രമോദി ഈ അവസരത്തിൽ സംസാരിച്ചത്. വനിതകൾക്കായുള്ള വികസനമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ജിഷ്ണു, തുടരാം. ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ ഈ NDAയുടെ യോഗത്തിൽ സംസാരിച്ചിട്ടുള്ളത്. യോഗത്തിന് ശേഷം ഇപ്പോൾ നരേന്ദ്രമോദി BJPയുടെ മുതിർന്ന നേതാവ്, BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയായിട്ടുള്ള LK അദ്വാനിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്വാനിയെ കണ്ടതിന് ശേഷമായിരിക്കും NDAയുടെ പ്രതിനിധി സംഘം
രാഷ്ട്രപതിയെ കാണുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ NDA നേതൃത്വം അറിയിച്ചിട്ടുള്ളത് യോഗത്തിന് ശേഷം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു. അതിന് പുറപ്പെടുന്നതിന് മുൻപായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ LK അദ്വാനിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മൂന്നാം തവണ അധികാരത്തിലേറുന്നതിന് തൊട്ടു മുൻപായാണ് അതിന്റെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേളയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി LK അദ്വാനിയുടെ വസതിയിൽ എത്തിയിട്ടുള്ളത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും 15-അംഗ NDA നേതൃത്വം രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുക. നിലവിൽ 305 അംഗങ്ങളുടെ പിന്തുണ NDAക്കുണ്ട് എന്നുള്ളതാണ് NDA നേതൃത്വം വ്യക്തമാക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിലെ 7 സ്വതന്ത്രർ ഉൾപ്പെടെ നിരവധി സ്വതന്ത്രരെ കൂടെ നിർത്താൻ BJP NDA നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 300-ന് മുകളിലേക്ക് 305 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് വളരെ ശക്തമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിലേറാൻ പോകുന്നത്. അതിന്റെ നടപടികളാണ് രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങൾ കൂടാതെ രാജ്യസഭാ അംഗങ്ങൾ, BJPക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, BJPയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാർ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം ഘടകകക്ഷി നേതാക്കളുമാണ് ഈ NDA യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി LK അദ്വാനിയുടെ വസതിയിലെത്തി അദ്വാനിയെ സന്ദർശിച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ NDA നേതൃസംഘം രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ അധ്യായം രചിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ പുരോഗതിയാണ് ലക്ഷ്യം. ഇച്ഛാശക്തിയോടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ട്രെയിലറെന്നും അദ്ദേഹം പറഞ്ഞു. NDA നേതാവായി തിരഞ്ഞെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു.